മലയാള സിനിമയുടെ സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ നിന്നും തെരഞ്ഞെടുത്ത കോമഡി രംഗങ്ങൾ കോർത്തിണക്കി ഞങ്ങൾ തയ്യാറാക്കിയ ഒരു ചെറിയ സ്കിറ്റാണിത്. പ്രണയ പരവശനായ ഒരു കാമുകന്റെയും നിഷ്കളങ്കയായ ഒരു കാമുകയുടെയും കൂടിച്ചേരലിന്റെ കഥയാണിത്. I hope you all really enjoy. ഞാൻ മഹാദേവൻ. ഇത് എന്റെ തകർന്നടിഞ്ഞ പ്രണയകഥ. കൂട്ടുകാരും കുടുംബവും കുട്ടിക്കളിയും ഒക്കെയായി കഴിഞ്ഞിരുന്ന എന്റെ ജീവിതം അടുത്ത വീട്ടിൽ താമസിക്കാൻ നിന്ന സുന്ദരി അപ്പാടെ മാറ്റിമറിച്ചു. അത് എങ്ങനെയാണെന്ന് കാണണ്ടേ? കണ്ടോളൂ. എന്താ നിന്റെ വീടിന്റെ തൊട്ടടുത്ത് പുതിയ താമസക്കാർ വന്നതാ? നല്ലൊരു കിളവനും കിളവി കൂടെ നല്ല കിളി പോലത്തെ ഒരു ഉഗ്രം പെണ്ണും. കൊള്ളാം കൊള്ളാം. തിരിക്കാൻ എന്താണ് മാർഗം? അതെ, മുഖവും എന്താ ഉദയം? എനിക്ക് മുഖം കാണുന്നില്ല ഈ കണ്ടീഷനിൽ. എനിക്കൊക്കെ എനിക്കും. അപ്പൊ കൊട്ടാ, ഞാനൊരു എഴുത്ത് തരാം, നീ ഒന്ന് കൊണ്ടു കൊടുക്കേ. അവിടെ ഇങ്ങോട്ട് തിരിഞ്ഞോണ്ട് നിങ്ങൾ മൂന്നുപേരും കുഞ്ഞോളം കേട്ടാ. അവിടെ എന്നെ മാത്രം കണ്ടാ മതി. അപ്പുറത്തൊരു കുട്ടി നാലെണ്ണം കൂടി ഇവിടെ എന്ത് ചെയ്യാ? യോഗ യോഗ യോഗാസനം 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 ചെയ്താ ഗ്യാസ് പോവമ്മേ. ഞാൻ പറഞ്ഞില്ലേ അപ്പോഴേ. ശരിയാണല്ലോ. ആരത്? ചേടാ, നമ്മൾ ഇത്രയും നേരം നിന്നിട്ടും അവിടെ ഒരു പെണ്ണ് വന്ന് നിൽക്കുന്ന ശ്രദ്ധിച്ചില്ലല്ലേ? ഇനി വല്ല കള്ളന്മാരും വന്ന് കയറിയതാണോ? ഇനിയിപ്പോ അവിടെ കയറുന്ന ഏത് കള്ളൻ? ലോകത്തുള്ള പെരുങ്കള്ളന്മാരെ ഇവിടെ നിൽപ്പുണ്ടല്ലോ. അയ്യോ അമ്മേ, ഇവര് അത്രക്കാരൊന്നും അല്ല. ആരെയല്ല, നിന്നെയാ പറഞ്ഞത്. യോഗാസനം ചെയ്യാതെ തന്നെ ഇവന്റെ ഗ്യാസ് പോയി. നിന്റെ അമ്മയ്ക്ക് നിന്റെ കൂട്ടുകാരൊക്കെ നല്ല മതിപ്പാണല്ലേ? പിന്നെ പ്രത്യേകിച്ച് നിന്നെ. ചന്ദ്രിക തേടുന്നതെന്തിനോ കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ. കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ. ചന്ദ്രിക തേടുന്നതെന്തിനോ. എന്ത് പറയുന്നേ? ഇവിടെ ആർക്കും ഓർമ്മണ്ടേ? എന്തായിരുന്നു ഇവിടെ ലഹള? ലഹളയല്ലമ്മേ, പാട്ട് പാടിയതാ. മ്യൂസിക്കാ. മ്യൂസിക്കോ? ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞേക്കാം, ഇനി ഇതിനകത്തും നീ പറഞ്ഞ ശബ്ദം വല്ലതും കേട്ടാൽ നാളെ ഞാൻ ചവിട്ടി പുറത്താക്കും. ശല്യങ്ങളും. എവന്റെ അച്ഛൻ കുവൈറ്റിലല്ലേ? എല്ലാരും മടങ്ങി വന്നിട്ട് അങ്ങനെ വന്നില്ലല്ലോ. ഇല്ല, ഇതാ വരാം. മനസ്സിലായോ? എന്റെ വീട്ടിൽ 3 പിശാചികളുണ്ട്. മറ്റാരുമല്ല, എന്റെ പുന്നാര ചേച്ചിമാർ. അവർക്ക് എന്നെ എങ്ങനെയെങ്കിലും കല്യാണം കഴിപ്പിക്കണം. നാത്തൂൻപോലെടുക്കാൻ നോക്കിയിരിക്കുന്ന എന്റെ ചേച്ചിമാർ എന്റെ പ്രണയം വളർത്തടഞ്ഞു. ഒരു ദിവസം അവരെ സുന്ദരിയായ എന്റെ ഗംഗയെ ഒരു നോക്ക് കാണാനായി ചെന്നു. അവൾ പോലും അറിയാതെ.
കുറച്ച് താഴെയുണ്ട്. അറിയുമോന്ന് ചോദിക്കണേ. അറിയും, നന്നായിട്ട് അറിയും. അയ്യോ സിസ്റ്റേഴ്സ്, മനസ്സിലായില്ലേ? നമ്മൾ സിസ്റ്റേഴ്സ് നേഴ്സുമാരാണെന്ന് ചോദിച്ചത്. നമ്മൾ സഹോദരിമാരാണെന്ന് ചോദിച്ചത്. അല്ല, ജ്യേഷ്ഠാനിയന്മാരുടെ ഭാര്യമാരാ. നൈസ്. നീങ്ക ഒരേ വീട്ടിലേ കൊടുത്തനോ? കുടിക്കാൻ എന്തോ വേണമെന്നാ ചോദിക്കുന്നത്. കാപ്പിന്റെ അതെയോ? മഠത്തിൽ പറയണേ, പാലില്ലേ കുടിക്കൂ. നീങ്ക ഒരു വീട്ടിലാണോ താമസം? ആഹാ, എന്റെ ഒற்றுമൈ. യോ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അയ്യോ, അവര് പേരാ ചോദിച്ചത്. ഇത് ആനന്ദവല്ലി ചേച്ചി, ഇത് കൗസല്യ ചേച്ചി. ഞാൻ ഇന്ദുമതി, ഞാൻ ഏറ്റവും ഇളയത്. ഓവർ സ്മാർട്ട് ആവണ്ട, ഞങ്ങളുടെ പേര് പോലെ ഞങ്ങൾക്കറിയാം. എല്ലാവർക്കും പറയാൻ ഒരു പ്രായം ഒന്നും ചോദിച്ചില്ലല്ലോ. ഹലോ പ്രിയ, അപ്പൊ വീട്ടിൽ വാങ്ക. എപ്പോഴാ വരേണ്ടത്? இன்னைக்கு ஷூட்டிங் மத்தியானம் வரைக்கும் தான். Why don't you make it today afternoon? Sure, we will come. അങ്ങനെ ഒരാൾ മാത്രം ഇങ്ങനെ പോണ്ട. I is come. Thank you. ശുക്രിയ. Okay, see you. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് എന്റെ ഇഷ്ടം നേരിട്ടങ്ങ് അറിയിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഏത് രീതിയിലാണ് എനിക്ക് കുട്ടിയോടുള്ള ഇഷ്ടം കാണിക്കേണ്ടത് എന്നറിയാതെ എനിക്ക് മാപ്പ് തരണം. എന്ത് ധൈര്യത്തിന് ഈ ഇഷ്ടം തോന്നി എന്നൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരാളെ ഇഷ്ടപ്പെടാനുള്ള ധൈര്യമൊക്കെ എനിക്കുണ്ട്. ആ ധൈര്യം മനസ്സിലിരിക്കുള്ളൂ. എന്നെ ഇങ്ങോട്ട് ഇഷ്ടപ്പെടണം എന്ന് ഞാൻ പറയുന്നില്ലല്ലോ. സൂര്യനോട് ചോദിച്ചിട്ടല്ല താമര വിടരുന്നത്. ഏകലവ്യൻ ദ്രോണാചാര്യർക്ക് ഗുരുസ്ഥാനം കൽപ്പിച്ചത് അങ്ങയോട് ചോദിച്ചിട്ടല്ല. വെറുപ്പാണ് ആത്മമായ വികാരം. ഇത് സ്നേഹമാണ്. ഒരാൾക്കൊരാളെ സ്നേഹിക്കാൻ ഈ ലോകത്ത് ആരുടെയും സമ്മതം ആവശ്യമില്ല. ഇത്രയല്ലേ ഉള്ളൂ? അല്ല, ഇനിയുണ്ട്. എനിക്ക് പലതും ചെയ്യാൻ കഴിയും. എന്റെ തൊലിക്കെട്ടി ഭയങ്കര കൂടുതലാണ്. എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് കേൾക്കണോ? കേൾക്കണം. കേൾക്കണോ? ആ. ഓഹോ, കവിതൈ കൊല്ലുവതോ പരിഭവന്ന പരാതികൾ കരുണീ കവിതയുമായി എന്നകാതെ നിന്റെ ചൊരിവിൽ മലരികൾ ബദലുകളും. എങ്ങനെ 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 എങ്ങനെ? ഞങ്ങളുടെ ഈ പ്രളയത്തിന് തടസ്സങ്ങൾ ഏറെയായിരുന്നു. ഒടുവിൽ എല്ലാം ശുഭമായി ഭവിച്ചു. കണിയാരല്ലേ? അതെ, ഞങ്ങളൊന്ന് സമയം നോക്കാൻ വന്നാ. വരിക. നോക്കിക്കോളൂ. 2:30 മണിയായി. പോയിക്കോളൂ. ഓ, സന്തോഷമായി. അതല്ല, ഒരു കല്യാണത്തിന് പൊരുത്തം നോക്കി മുഹൂർത്തം മുറിക്കാൻ വന്നാ. അല്ല, പൊരുത്തം നോക്കി മുഹൂർത്തം കുറിക്കാൻ വന്നാ. ഇതിനൊക്കെ പകല് വന്നുകൂടെ? സന്ധ്യ കഴിഞ്ഞാൽ ഇതൊന്നും നോക്കാൻ പാടില്ല. ചെറുക്കന് ഈ മിഡ് നൈറ്റ് ക്ലാസ് സെറ്റപ്പ് ആയത്. നാളെ ഏഴ് മോർണിംഗിൽ വെഡിങ് നടത്തണം. എല്ലാം ചടപടയായിരുന്നു. നമ്മൾ ബ്രാഹ്മണന്മാരാന്ന് വിചാരിച്ചോട്ടെ. എല്ലാം പെട്ടെന്നായിരുന്നേ. എന്നാ പിന്നെ കല്യാണം കൂടി കഴിഞ്ഞിട്ട് മുഹൂർത്തം നോക്കിയാ പോരായിരുന്നു. മതിയായിരുന്നു. വെറുതെ മനുഷ്യന്റെ ഉറക്കം കളഞ്ഞു. കണിയൻ സാർ അങ്ങനെ പറയരുത്. വിവരങ്ങളൊക്കെ ഇത് പറയും. മഹാലക്ഷ്മി പാതിരാക്ക് വന്നാലും മടക്കി വിടാൻ പാടില്ലെന്നാ. മഹാലക്ഷ്മിയുടെ മോള ഭാര്യ ഇരിക്കല്ലേ? ജാതകങ്ങൾ തമ്മിൽ ചേർച്ചക്കുറവൊന്നും. ഓ, സദാമാനം. 10-7 പൊരുത്തവും. പക്ഷേ ഒരു കുഴപ്പം കാണുന്നുണ്ടല്ലോ. ഇന്നത്തെ കാലത്ത് അതൊക്കെ നോക്കുമെന്നറിയില്ല. ആ കൈ നിൽക്കേ തന്നെ പിടിക്കുക. ഇപ്പൊ എല്ലാം ശരിയായില്ലേ? ഉഷ്ണം ഉഷ്ണേന ശാന്തി കൃഷ്ണ എന്നാവോ ചൊല്ല. പുതിയ പഴഞ്ചൊല്ല കഴിഞ്ഞ റിലീസായുള്ളൂ. ഇത്തിരി സാമ്പാർ താങ്ങി. നീ എന്തിനാ ഇപ്പൊ കയറിയിരുന്നത്? ഞങ്ങൾ സെക്കൻഡ് ആൾക്കാരാണ്. ഞങ്ങളാ ഫസ്റ്റ് ഇരിക്കേണ്ടത്. അപ്പൊ ആര് വിളമ്പും? പാചകക്കാരാണല്ലേ? അല്ല, എറണാകുളം ജില്ലാ കളക്ടർ മിണ്ടാതെ കുത്തിക്കട്ടോ.
രാമ ഓ ചെറുക്കന്റെ അനിയന രാമൻകുട്ടി നീ എന്തേ കാണിക്കുന്നത്? ഞാൻ വിളമ്പാം. വേണ്ട സാറിരുന്നോ, ഞാൻ വിളമ്പാം. നീ അങ്ങോട്ട് പോയിരിക്കും, ഞാൻ വിളമ്പാം. സാറിരുന്നോ, ഞാൻ വിളമ്പാം. നിങ്ങൾ വേറെ തല പിടിക്കല്ലേ? രണ്ടുപേരും ഇങ്ങോട്ട് വിളമ്പിക്കോ, ആ പ്രശ്നം സോൾവ് ആവട്ടെ. മോനെ കുറച്ച് ചോറിട്ടെ. ആയിക്കോട്ടെ. ഓ ചേട്ടാ കുറച്ച് ചോറിട്ടെ. വേണ്ട ലേശം മോരൊഴിച്ച് കഴിക്കാനായിട്ട് വേണ്ടെന്ന്. ഒരു തൈര് ഒഴിച്ചെന്ന് എടോ തന്നോടല്ലേ പറഞ്ഞു വേണ്ടെന്ന്. എവിടുന്ന് വന്നുണ്ട് ഈ പന്നി? എടോ അല്ലേ കുറച്ച് ചോറിട്, തൈര് കൂട്ടി കഴിക്കാം. എടോ തന്നോട് ഞാൻ 16 പ്രാവശ്യം ചോറിട്ടെന്ന് ചോദിച്ചതല്ലേ? ചോറുന്നില്ലേ ഞാൻ പറഞ്ഞത്? അക്ഷരം മാറിയൊന്നുമില്ലല്ലോ. എനിക്ക് എപ്പോഴും ഇങ്ങനെ കുമ്പിടാൻ പറ്റില്ല. പഴയ ജിംനാസിയാ. താൻ എന്താ വേഷം കെട്ടിട്ട്? എന്താ എന്റെ രാമൻകുട്ടി ഞാൻ 1000 പ്രാവശ്യം ഈ നായിന്റെ മോനോട് ചോദിച്ചതാ ചോറിട്ട്. അപ്പൊ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്. ചേട്ടാ കുറച്ച് ചോറ് തൊട്ടപ്പുറത്തെ അലേനെടുത്ത് കഴിക്കടാ. ഓരോരുത്തന്മാര് വയറ് വാടകയ്ക്ക് തോന്നിരിക്കുക. എനിക്ക് ഭ്രാന്തായ ഞാൻ തുപ്പിട്ട് ചോറും കിട്ടോ. തന്നെ കല്യാണം വിളിച്ചിട്ടുണ്ടാ? കല്യാണത്തിൽ കളിക്കാം. വേണോ ചോദിച്ചാൽ വേണ്ടാന്ന് പറയാ. ഇവരാര് 3 മാസം ചോറ്? എനിക്കിനി ചോറ് വേണ്ട. അതെന്താണ് നിനക്ക് ചോറ് വേണ്ടാത്ത? മര്യാദക്ക് നീ ചോറ് തിന്നിട്ട് കല്യാണത്തിൽ കാണിച്ചിട്ട് നീ എന്ത് വന്നി? കാച്ചിക്കോ? പ്രിയമുള്ളവരെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ്. താങ്ക് യു. എന്തായത്? ചെറുക്കന്റെ വീട്ടുകാരുടെ പരിപാടി ലൈവ് ഷോ, ബോഡി ഷോ, മ്യൂസിക് വിത്ത് ബോഡി മസിൽ. വെറുതെ വൃത്തിയോട് കാണിക്കരുത്. ഞാൻ ദൈവത്തായിട്ടുണ്ട്. എന്താ കാണണ? എനിക്ക് വിശ്വാസം. പ്രിയമുള്ള ശരീര സൗന്ദര്യ ആരാധകരെ, ഇത് ആരംഭിക്കുന്നു മ്യൂസിക് വിത്ത് ബോഡി മസിൽ. നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ കാപ്പായി മാറ്റിയ ജന്മഗൃഹമല്ലോ. പൂരകൾ തോറും നമ്മുടെ അടിപതരാതെ ചെറിയ സാധനം കാണിക്കാറുണ്ടോ? എന്ത് പണ്ടാവില്ലാവട്ടെ. എന്താ എന്തുപറ്റി? അടിപ്പിടിച്ചുട്ടോ മസിൽ അടിപ്പിടിച്ചു. ബോഡി എടുത്തോട്ടോ എന്തോ പോകെ പോകെ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എനിക്ക് അവളെ തോന്നി തുടങ്ങി. കൂടപ്പുറപ്പിനെ പോലെ അവൾ എപ്പോഴും കൂടെ കൊണ്ടുവരുന്നതാ. പെട്ടി തുറന്നപ്പോഴാണ് എന്റെ പൊണ്ടാട്ടിക്ക് 10 പൈസയുടെ കുറവുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. അകത്ത് വല്ല സ്വർണ്ണോ പണോ ആണെങ്കിൽ ഇവിടെ വെച്ച് തുറക്കണ്ടെന്ന് അവളോട് പറയടാ. ഇനി സമാധാനമായല്ലോ. എന്തു ബഹളായിരുന്നു ഇവിടെ. ഇപ്പൊ മനസ്സിലായില്ലേ ചിന്നമ്മാളമ്മയുടെ അടുത്ത് വന്നാ ഒന്നും നഷ്ടപ്പെടൂലെന്ന്. ഈ പെട്ടിയിലുള്ള സാധനങ്ങളുടെ വില എനിക്കേ അറിയൂ. അങ്ങനെ എന്നെ ചതിക്കാൻ ആർക്കും പറ്റില്ല. ഇനി ചതിച്ചാൽ ഞാൻ ശപിക്കും. ഞാൻ ഭദ്രകാളിയാ. ഞാൻ ജീവനായി കൊണ്ടു നടക്കുന്ന വിലപിടിപ്പുള്ള സാധനമാണ് ഇതിന്റെ ഉള്ളില്. ആർക്കും അതിന്റെ വില മനസ്സിലാവൂല. എനിക്കേ അറിയൂ. ചെറുപ്പത്തിൽ എനിക്ക് 3 വയസ്സുള്ളപ്പോഴാണത്രേ ആദ്യത്തെ പല്ല് മുളച്ചത്. അതിനു മുൻപ് ഞാൻ പല്ല് തേക്കാൻ വേണ്ടി വാശി പിടിച്ച് കരയുമായിരുന്നു അത്രേ. 3 വയസ്സ് കഴിഞ്ഞ് 2 മാസമായപ്പോ പെട്ടെന്ന് എനിക്ക് 4 പല്ല് വന്നു. അത് തേക്കാൻ വേണ്ടി എന്റെ അച്ഛൻ എനിക്ക് ആദ്യം വാങ്ങിച്ചിരുന്ന ബ്രഷായിട്ട്. കൊള്ളാമോ? എല്ലാവരും ഇത് കണ്ടോ? എന്റെ 3ാമത്തെ വയസ്സില് പിറന്നാൾ നമ്മ കൈകൊണ്ട് തുന്നുന്ന ഉടുപ്പാ. ഇത് ഞാൻ മരണം വരെ കളയില്ല. ഞങ്ങളുടെ തറവാട്ട് പറമ്പിന്റെ അതിരില് തേൻകിരിന്ന് ഒരു മാവുണ്ടായിരുന്നെന്ന് ഞാൻ സുധാകരനോട് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിരുന്നു. അതിന് ഒരു ദിവസം പണിക്കിരങ്ങൾ വീട്ടിൽ വന്നപ്പോ അതിന്റെ ഉച്ചയിൽ ഒരു മാമ്പഴം കണ്ടു. എറിഞ്ഞു വെച്ചാൻ പറ്റുമെന്ന് പണിക്കിരങ്ങൾ എന്നോട് ചോദിച്ചു. പറ്റുമെന്ന് ഞാനും പറഞ്ഞു. ജീവിതത്തിൽ ആകെപ്പാട് ഒരു മമ്മിക്ക് ഞാൻ കണ്ടെന്നിട്ടുള്ളൂ. ആ കല്ലേറ്റ് എങ്ങനെയുണ്ട്? പണിക്കരെ ഇതിന് അലവട്ടല്ല, മുഴുത്ത വട്ട് തന്നെയാ. ധൈര്യം
പലരും ജീവിതത്തിൽ നിസ്സാരമായി തള്ളിക്കളയുന്ന പല സാധനങ്ങളും മറ്റു പലരുടെ ജീവിതത്തിലും വളരെ വിലപ്പെട്ടതായിരിക്കും. നമുക്കൊന്നും ഈ കല്ലിന്റെ വില മനസ്സിലാവില്ല. സൂക്ഷിച്ചു വെച്ചോ, അല്ലെ കൊണ്ട് പുഴുങ്ങിട്ടില്ല. 2 ആഴ്ചയ്ക്ക് ശേഷം അല്ലിയുടെ കല്യാണത്തിന് ആഭരണങ്ങൾ എടുക്കാൻ ഞാനും ചേച്ചിമാരും തീരുമാനിച്ചു. അന്നാണ് എന്റെ പ്രിയതമയുടെ യഥാർത്ഥ വിശ്വരൂപം ഞാൻ കണ്ടതും എന്റെ ജീവിതം കട്ടപ്പോവുകയായിരുന്നു. ഗംഗ ഇപ്പൊ എവിടെ പോകുന്നു? അതുകൊള്ള ഞാൻ പറഞ്ഞില്ലേ അല്ലിക്ക് കല്യാണാഭരണം എടുക്കാൻ പോണെന്ന്. ഗംഗ ഇപ്പൊ പോകണ്ട. ഞാൻ പോണ്ടേ? വേണ്ട. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞിരുന്നാണല്ലോ, പിന്നെന്താ ഇപ്പോഴൊരു മനംമാറ്റം? ഗംഗ ഇപ്പൊ പോകണ്ട. അതെന്താ? അല്ലിക്ക് ആഭരണം എടുക്കാൻ ഞാൻ കൂടെ പോയാല്? വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ എന്താ ഞാൻ കൂടെ പോയാല്? പോകണ്ട. വിടമാട്ടെ. அப்ப நீ என்னை இங்கிருந்து எங்கேயும் போக விட மாட்டே. நாய, உனக்கு எவ்வளவு தைரியம் இருக்கா இப்போ என் கண் முன்னாடி வந்து நிற்ப? இன்னைக்கு துர்காஷ்டமி, உன்னை நான் கொண்டு உன் ரத்தத்தை குடிச்சு നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അവൾക്ക് വാർത്ത. ഹലോ ഹലോ, അതെ ആ കൈയടിക്കൊരു അല്പം കുറവില്ലേ? നിങ്ങളൊന്ന് ആലോചിക്കേ.